Today's word of God is from Matthew chapter 18, verse 21 to 22, the parable of the unforgiving servant. Then Peter, approaching, asked him, "Lord, if my brother sins against me, how often must I forgive him? As many as 7 times?" Jesus answered, "I say to you, not 7 times, but 77 times. Peter limited forgiveness by setting a numerical boundary. But his question allowed Jesus to reveal a deeper truth. Jesus taught that forgiveness in the kingdom of God could not be measured or restricted, but must flow from a merciful heart. We are called to forgive continually without counting offenses, reflecting the boundless forgiveness Jesus demonstrated on the cross. Amen. Saint John Ogilvie, intercede for us. Ave Maria, praise you Jesus. ഇന്നത്തെ വചനവായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. നിർദ്ധയനായ ഭൃത്യന്റെ ഉപമയിൽ നിന്നാണ്. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, "കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ?" യേശു അരുളി ചെയ്തു, 7 എന്നല്ല, 7, 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പത്രോസ് ഈശോയോട് ചോദിക്കുകയാണ്, "കർത്താവേ, ഞങ്ങളോട് ദ്രോഹം ചെയ്യുന്നവരോട് ഞങ്ങൾ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ പോരെ?" അപ്പോൾ ഈശോ പത്രോസിനെ തിരുത്തി, 7 പ്രാവശ്യം പോരാ, 7 70 പ്രാവശ്യം ക്ഷമിക്കണം. നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ 7 ഗുണനം 70 ഈക്വൽസ് 490 പ്രാവശ്യം ക്ഷമിക്കണമെന്ന്. നമ്മളിലെ ബാഹ്യ മനുഷ്യൻ ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞേക്കാം, "ഓ, ദാറ്റ്സ് ടു മച്ച് ക്ഷമിക്കൽ." എന്നാൽ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ നമ്മളുടെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ പിതാവും നമ്മോട് ക്ഷമിക്കുകയില്ലെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു. ഈശോ പറഞ്ഞു, നമ്മളിൽ ആന്തരികമായ മാറ്റം വരണം. നമ്മളെ ദ്രോഹം ചെയ്തവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ വരുമ്പോൾ അവരെ വെറുക്കാതെ, നീരസം കാണിക്കാതെ, വീണ്ടും വീണ്ടും കണക്കില്ലാതെ ക്ഷമിക്കാൻ നാം തയ്യാറാവണം. അതുകൊണ്ട് നമുക്കെല്ലാ അഹങ്കാരവും ഹൃദയ കാഠിന്യവും അകറ്റി പരിധികളില്ലാതെ, വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കാം, സ്നേഹിക്കാം. നമ്മുടെ ക്ഷമിക്കുന്ന സ്നേഹം കുരിശോളം ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. വിശുദ്ധനായ ജോൺ ഒഗിൽവി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആവേ മരിയ, പ്രൈസ് യു ജീസസ്.